Herzliches willkommen zu Onset International Institute. ഏവണിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. എന്താണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് നോക്കാം. ലോസ് ഗേറ്റ്സ്. The number, the numbers 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഇല്ലേ, ആ നമ്പേഴ്സിന് ജർമ്മൻ ലാംഗ്വേജിൽ എന്താണ് പറയാം. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്, ഇതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. The number. ഏതൊക്കെയാണ് നമ്പേഴ്സ് നോക്കാം. 0, 0, 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10, 11, 11, 12, 12. 12 വരെയുള്ള നമ്പേഴ്സ് ക്ലിയർ ആണല്ലോ. 0 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ഒന്നുകൂടെ ഞാൻ വായിക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, 12 വരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി 13 മുതലുള്ള നമ്പേഴ്സിന് എന്താ പറയുന്നത് നോക്കാം. 13, 14, 15, 16, 17, 18, 19. നമ്മൾ 1 മുതലുള്ള നമ്പേഴ്സ് പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഈ 13 മുതലുള്ള നമ്പേഴ്സും നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പാർട്ടാണ് സെയിൻ എന്ന് പറയാം. സെയിൻ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചു. 10 എന്നാണ് ഇറ്റ്സിന്റെ മീനിങ്. അപ്പോൾ 13 എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ്രൈ പറയുക, ശേഷം 10 എന്ന് പറയാം, അല്ലെങ്കിൽ സെയിൻ എന്ന് പറയാം. 14 എന്ന് പറയാൻ വേണ്ടിയിട്ട് 4 എടുത്തു, ഫിയർ എടുത്തു, സെയിൻ. 15 ഫിൻഫ്, സെയിൻ. 16 സെക്സ്, സെയിൻ. 17 സീപ്, സെയിൻ. 17ന്റെ കേസിൽ അതൊരു എക്സെപ്ഷൻ കേസാണ്. കാരണം 7 നമ്മൾ സീബൻ എന്നാണ് പഠിച്ചത്, പക്ഷെ 17 എന്താ പറയാ, സീപ് സെയിൻ. സീബൻ സെയിൻ എന്നല്ല പറഞ്ഞത്, സീപ് സെയിൻ. ആ ഇ എന്ന് ഇവിടെ കട്ടാവും, അതൊന്ന് നോട്ട് ചെയ്യുക. 18, 19. 19 വരെയുള്ള നമ്പേഴ്സ് ക്ലിയർ അല്ലേ. ബാക്കിയുള്ള നമ്പേഴ്സിന് എന്തൊക്കെയാണ് പറയാൻ നോക്കാം. 20, 30, 40 അതുപോലുള്ള നമ്പേഴ്സ്. 20, 30, 40, 50, 60, 70, 80, 90, 100, 20, 30, 40, 50, 60 അതുപോലുള്ള നമ്പേഴ്സ് ആണിത്. അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ട് എൻഡിങ്ങിൽ കാണാൻ പറ്റുന്ന ഒരു പാർട്ടാണ്, 90 വരെ ഉള്ളതിന് കാണാൻ പറ്റുന്ന ഒരു പാർട്ടാണ് സിഷ് എന്ന് പറയുന്നത്. ZIG. ഇതിന് ഒന്നുകിൽ നമുക്ക് സിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ സിഗ് എന്ന് പറയാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. 20, 30, ഇവിടുത്തെ ദ്രൈ എടുത്തു, 30യിലുള്ള ദ്രൈ എടുത്തു, ദ്രൈ സിഷ്. 4 സിഷ്, 5 സിഷ്, 6 സിഷ്, 7 സിഷ്, 8 സിഷ്, 9 സിഷ്, 100. 100ന് ശ്രദ്ധിക്കുക, 100 അല്ല 100 ആണ്, 100. ഇവിടെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ എല്ലാത്തിന്റെ എന്നെങ്കിലും സിഷ് ആയിരുന്നു, ഇസഡ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ദ്രൈ സിഷിന് മാത്രം ശ്രദ്ധിക്കുക, ഇവിടെ ഇസഡിന് പകരം HX ആണ് വന്നിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ സീബൻ എന്ന് ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ 17ന്റെ കേസിൽ കണ്ട പോലെ തന്നെയാണ്, സീബ് വരെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കാം. 20നും 30നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് പറയാനായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഈ ഉണ്ട് എന്ന് പറയുന്ന ടേം ഒന്ന് പഠിക്കുക. ഉണ്ട് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിൽ ആൻഡ് എന്നാണ് മീനിങ്. ആൻഡ്, ഇംഗ്ലീഷിൽ ആൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റും, എല്ലാത്തിൻ്റെയും നടുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടേമാണ് ഉണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ആൻഡ് എന്നാണ്. ഞാൻ ഒന്ന് വായിച്ചു തരാം. 21, 22, 23, 24, 25, 26, 27, 28, 29. 21 മുതൽ 29 വരെ. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ലെറ്റർ ഉണ്ടല്ലോ, ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിന്റെ രണ്ടാമത് കിടക്കുന്ന നമ്പർ ഏതാണോ അതെടുത്ത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് ഉണ്ട് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 20 യൂസ് ചെയ്യുക. 20 എന്ന് പറഞ്ഞാൽ 20 എന്നാണ്.
അപ്പോൾ എല്ലാത്തിനും ലാസ്റ്റ് സ്വാൻസിഷ് വരും, തൊട്ട് മുമ്പ് ഉണ്ട് വരും. അതിന് തൊട്ട് മുമ്പ് ഈ രണ്ടാമത് കിടക്കുന്ന നമ്പർ ഏതാണോ അത് യൂസ് ചെയ്ത് വെച്ചാൽ മതി. 21 മുതൽ 29 വരെ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് തന്നെയാണ് 31 മുതൽ 39 വരെയും 41 മുതൽ 49 വരെയും. ഇനി അങ്ങോട്ടെല്ലാം ഈ സെയിം റൂൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. 31 ആണെങ്കിൽ ആദ്യം നമ്മൾ ഒന്നെന്ന് പറയണം, ഐൻ. പിന്നെ ഉണ്ട് യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ദ്രൈസിഷ്, ഐനുൺ ദ്രൈസിഷ്, സ്വയുൺ ദ്രൈസിഷ്. ഇവിടെ 43 ദ്രൈ und vierzig, 43, 54, 65, 76, 87, 98, 99. അപ്പോൾ 21 മുതൽ 99 വരെയുള്ള നമ്പേഴ്സിന് സെയിം റൂൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 100 മുതലുള്ള നമ്പേഴ്സ്, അപ്പോൾ 100 വരെ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി 100ന് മുകളിലേക്കുള്ള നമ്പേഴ്സിന് എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ പറയാൻ നോക്കാം. ഇവിടെ 107 ആണുള്ളത്. അപ്പോൾ 100ന് നമ്മൾ എന്താ പഠിച്ചത്? 100. ഈ 100ന് തന്നെ 100 എന്ന് പറയാം. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ 100 എന്ന് പറയില്ലേ, അതേ 100ന് 100 എന്ന് പറയുമല്ലോ. സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ. അപ്പോൾ 100, ബാക്കി എത്രയുണ്ടോ അതെടുത്തെഴുതുക. ഇവിടെ 7 ആണുള്ളത്, 7 ആണുള്ളത്, അതുകൊണ്ട് 7 എടുത്തെഴുതി. 107. 200, 10 ബാക്കിയുള്ളത്, സെയിം 200 സെയിം. 316, 444, 689, 822, 999. ഫസ്റ്റ് നമ്മൾ 100ന്റെ കേസ് പറയാം. പിന്നെ നമ്മൾ നോർമലി എന്താണ് പഠിച്ചിട്ടുള്ളത്, 99 വരെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള നോർമലി എന്താണ് പഠിച്ചത് അത് തന്നെ അങ്ങനെ എടുത്ത് എഴുതുക. കുറച്ച് നമ്പേഴ്സും കൂടി നോക്കാം. ഇപ്പം ഇടയ്ക്കുള്ള നമ്പറുകൾ നമ്മൾ പഠിച്ചു, പക്ഷേ 200, 300, 400, 500 ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് എത്ര 100 ആണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ, 100, 200, 300, 400 എന്ന് പറയില്ലേ, ആ സെയിം പോലെ തന്നെ എടുത്തെഴുതുക. 200, 300, 400, 500, 600, 700, 800, 900, 900 വരെയായി. 1000 നമ്മൾ 1000 എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ സ്പെല്ലിങ്ങിന് ചെറിയ വ്യത്യാസമുണ്ട്, മാർക്ക് ചെയ്യാം. 5000. ഇനി അങ്ങോട്ടെല്ലാം 1000ന്റെ കാര്യങ്ങൾ. ഇപ്പം 3000 ആണെങ്കിൽ 3000, 4000, 5000, 6000 എന്ന് പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് പോകും. 1,00,000 എന്താണ് പറയുന്നത് നോക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ 1 lakh എന്നല്ലേ പറയാം, പക്ഷേ ജർമ്മനിൽ ഒരു 1 lakh എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. പകരം എല്ലാം 1000 കൊണ്ടാണ് നമ്മൾ കാണിക്കുക. ഇവിടെ 1 lakh നമ്മൾ പറയുന്നത് 100,000 എന്നാണ്. 100,000. 2 ലക്ഷമോ 200,000, 3 ലക്ഷം 300,000, അതും അങ്ങനെ അങ്ങ് പോകും. ഇപ്പം നമുക്ക് ഇടയ്ക്കുന്നുള്ള ഒരു നമ്പർ നോക്കിയാലോ. അപ്പം 1954 നോക്കാം. ഫസ്റ്റ് നമ്മൾ 1000ന്റെ കാര്യം എടുക്കുക, പിന്നെ 100ന്റെ കാര്യം എടുക്കുക, പിന്നെ ബാക്കി നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ എഴുതി വെക്കുക. 1954, 1954. ഇനി 40,568. ഫസ്റ്റ് 1000ന്റെ കാര്യം എടുക്കുക, പിന്നെ 100ന്റെ കാര്യം എടുക്കുക, പിന്നെ ബാക്കി നമ്മൾ ആദ്യം പഠിച്ച പോലുള്ളത് എടുക്കാം. 40,568. 40,568. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ നമ്പേഴ്സിനെ റിപ്രസെന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കുള്ള വർക്കുകളാണ് ഈ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾ ജർമ്മനിൽ ഒന്ന് എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. ആദ്യം നിങ്ങൾ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. 255, 67, 89 സിമ്പിളായിട്ടുള്ള നമ്പേഴ്സാണ്, നിങ്ങളൊന്ന് എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ A1ന്റെ 3ാമത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന നമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ 1 മുതൽ ലക്ഷങ്ങൾ വരെയുള്ള നമ്പേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. Vielen Dank.